നമസ്കാരം. ഇനിയുള്ള കാലം കുടുംബത്തിനൊപ്പം വിശ്രമജീവിതം നയിക്കാനായിരുന്നു മുരളീധരന്റെ ആഗ്രഹം. ജോലി അവസാനിപ്പിച്ച് പലതവണ നാട്ടിലെത്തിയതുമാണ്. പക്ഷേ കാലം കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു. കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച വള്ളിക്കോട് വാഴമുട്ടം പുളിനിൽക്കുന്നതിൽ വടക്കേതിൽ PV മുരളീധരൻ 6 മാസം മുൻപും നാട്ടിലെത്തിയിരുന്നു. ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നത്. കുവൈത്തിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് 1 മാസം തികയും മുൻപ് പതിവ് പോലെ വിളിയെത്തി. 6 മാസം കൂടി നിന്നിട്ട് മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞാണ് കമ്പനി ഉടമ വിളിച്ചത്. അധികം വൈകാതെ വിസയും എത്തി. എന്തു വന്നാലും നവംബറിൽ മടങ്ങിപ്പോരും എന്ന് പറഞ്ഞാണ് ഫെബ്രുവരിയിൽ വീണ്ടും പോയത്. കോവിഡ് കാലത്ത് എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ടും കമ്പനി മേധാവി നേരിട്ട് വിളിച്ചതോടെ അന്നും തിരികെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അതേസമയം കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ച പായിപ്പാട് കടുങ്ങാട്ടായ പാലത്തിങ്കൽ ഷിബു വർഗീസിന്റെ വിയോഗത്തിൽ മനം നൊന്ത് നാട്. മകൻ എയ്ഡന് നിറയെ കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റ് മിഠായികളുമായാണ് കഴിഞ്ഞ ജൂലൈയിൽ ഷിബു നാട്ടിലെത്തിയത്. 1 മാസം മകനോടൊപ്പം കളിച്ചും ചിരിച്ചും ചെലവഴിച്ചു. തിരികെ പോകുമ്പോൾ മകനെ അച്ഛൻ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞാണ് വിട പറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ ഭാര്യ റോസി കുഞ്ഞുമായി തൃക്കൊടിത്താനത്തെ കുടുംബ വീട്ടിലാണ് താമസം. പായിപ്പാട്ടെ വീട്ടിൽ ഷിബുവിന്റെ സഹോദരൻ ഷിനുവാണ് താമസിക്കുന്നത്. സഹോദരന്റെ വിയോഗ വാർത്തയറിഞ്ഞ് ബോധരഹിതനായി വീണ ഷിനുവിനെ നാട്ടുകാരും ബന്ധുക്കളും ആശ്വസിപ്പിക്കാനെത്തി. കുവൈത്തിലുള്ള ഷിബുവിന്റെ മൂത്ത സഹോദരൻ ഷിജുവാണ് മരണവിവരം നാട്ടിൽ വിളിച്ചറിയിച്ചത്. ഇരുവർക്കും ഒരേ കമ്പനിയിലായിരുന്നു ജോലി. ഷിബുവിന്റെ ഫ്ളാറ്റിന് സമീപത്ത് തന്നെയാണ് ഷിജു കുടുംബസമേതം താമസിച്ചിരുന്നത്. തീ പിടിച്ച വിവരമറിഞ്ഞ് ഓടിയെത്തിയ സഹോദരനെ കാത്തിരുന്നത് കൂടപ്പിറപ്പിന്റെ വിയോഗ വാർത്തയായിരുന്നു. ഓഗസ്റ്റ് 18-ന് ഐറിന്റെ 1ാം ജന്മദിനമാണ്. അന്ന് കൈനിറയെ സമ്മാനങ്ങളുമായി അവളെ കാണാൻ പിതാവ് സിബിനെത്തില്ല. പകരം ചേതനയേറ്റ ഓർമ്മകൾ മാത്രം. 8 മാസം പ്രായമുള്ള ഏക മകളെ കാണാനും 1ാം ജന്മദിനം ആഘോഷിക്കുവാനും നാളുകളെണ്ണി കാത്തിരിക്കുകയായിരുന്നു സിബിൻ. 1 വർഷത്തിനിടെ കുടുംബത്തിലുണ്ടായ 3 മരണങ്ങളുടെ ആഘാതത്തിലാണ് സിബിന്റെ കുടുംബം. മാസങ്ങൾക്ക് മുൻപാണ് സിബിന്റെ അമ്മ ആലിസ് ക്യാൻസർ ബാധിച്ച് മരിച്ചത്. ജനുവരിയിൽ ഭാര്യ മാതാവും മരിച്ചു. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തി മടങ്ങിയപ്പോൾ ആരും കരുതിയില്ല അത് അവസാന കൂടിക്കാഴ്ചയായിരുന്നു എന്ന്. ഐറിന്റെ മാമോദീസയും നടത്തിയ ശേഷം ഫെബ്രുവരിയിലാണ് സിബിൻ കുവൈത്തിലേക്ക് മടങ്ങിയത്. കുവൈത്തിൽ 18 വർഷം ജോലി ചെയ്ത ശേഷമാണ് സിബിന്റെ പിതാവ് മകനെ അവിടെയാക്കി നാട്ടിൽ തിരിച്ചെത്തിയത്. ഇതേ കമ്പനിയിൽ തന്നെയാണ് അദ്ദേഹവും ജോലി ചെയ്തിരുന്നത്. തീപിടുത്തമുണ്ടായ ദിവസം പുലർച്ചെ ഭാര്യ അഞ്ചുമോളോട് സിബിൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അരമണിക്കൂറിന് ശേഷമായിരുന്നു ദുരന്തം. അതേസമയം കുവൈത്തിലെ മംഗഫിൽ കമ്പനി ജോലിക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മേപ്രാൽ ചിറയിൽ മരോട്ടിമൂട്ടിൽ തോമസ് സി ഉമ്മന്റെ പിതാവ് ഉമ്മൻ ചാക്കോയ്ക്കും കുടുംബത്തിനും മകന്റെ വിയോഗ വാർത്ത ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല. കുവൈത്തിൽ ബുധനാഴ്ച പുലർച്ചെയുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ജോബിയെ ഫോണിൽ ബന്ധപ്പെടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ചൊവ്വാഴ്ച ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തി വൈകിട്ട് അമ്മ റാണിയോട് സംസാരിച്ചതാണ്. മകൻ ജീവനോടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു റാണിക്കും. ജോബിയെ ബന്ധപ്പെടാൻ ഭാര്യ ജിനു പലതവണ ഫോണിൽ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. കുവൈത്ത് എംബസി പുറത്തുവിട്ട മരണപ്പെട്ടവരുടെ ആദ്യ ലിസ്റ്റിൽ ജോബിയുടെ പേരില്ലായിരുന്നു. ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് ജോബിയുടെ മരണം സ്ഥിരീകരിച്ചത്. 6 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ജോബി 6 മാസം മുൻപാണ് നാട്ടിൽ വന്നു മടങ്ങിയത്.